വേടൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, എനിക്ക് അയാളെ അറിയില്ല, എനിക്ക് പേഴ്സണലി അയാളെ അറിയില്ല. 8 പേരുമായിട്ടാണ് അയാൾ അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള ഫങ്ഷൻസിൽ പോലും അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് മക്കളെ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ഇതിലും ഞാൻ കണ്ടു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റെന്താണ്? അയാൾ അവിടെ പോയതാണോ? അതിൽ ഇനി ആ 8 പേരിൽ വേറെ ആരെങ്കിലും ആണോ ഉപയോഗിച്ചത്? അപ്പം എനിക്ക് പോലീസുകാരുടെ കാര്യത്തിൽ സങ്കടമുണ്ട്. കാരണം എത്ര ബിക്കോസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അവർക്ക് ഡേ എന്നില്ല, നൈറ്റ് എന്നില്ല, 24 hours. ഒരു കേസ് ആരെങ്കിലും കൊണ്ട് കൊടുത്ത്, ഞാനിത് എനിക്ക് ഒരുപാട് പോലീസിൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഒരു കേസ് നമുക്കിപ്പം ഒരാളോട് വൈരാഗ്യമുണ്ട്, ഒരാളോട് ദേഷ്യമുണ്ട്, എന്തെങ്കിലും നേടുന്ന ഒരു കേസ് കൊണ്ട് കൊടുക്കും. ഈ കേസിന്റെ പുറകെ ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ കഷ്ടപ്പെടുന്ന, അവർക്കതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നാളെ ഇവര് തമ്മിൽ സോർട്ടായി പോകും. പക്ഷെ അവര് അതിന്റെ പുറകെ എന്തെല്ലാം ചെയ്യണം എന്നറിയാം. ഈ പാവങ്ങൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ അറിയുന്നത് അതിന് വൈരാഗ്യത്തിന്റെ പുറത്ത് അത് ഞങ്ങൾ സോർട്ടായി. അവസാനം ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ അയാളോടൊരു വൈരാഗ്യം ഉണ്ടോ? എന്താ നമുക്കറിയില്ലല്ലോ. സോ നമ്മൾ ആ അതർ സൈഡ് കേൾക്കുന്നവരെ ഇത് ചെയ്തു. അതേപോലെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ 1.5 ഗ്രാം കഞ്ചാവ് 1 ഗ്രാം കഞ്ചാവിന്റെ പുറകെ പോവാതെ ഹോൾ തിങ് ഇസ്, ഇത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്, അത് എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ വരുന്നു, ഈ റൂട്ട് ആദ്യം ബ്രേക്ക് ചെയ്യുക. ഇത് നമ്മളെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈസി ആയിട്ട് അത് കട്ട് ചെയ്യുക. അതുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ സിനിമാക്കാരുടെ പുറകെയിലുള്ള ഈ 1 ഗ്രാം കഞ്ചാവ് കേസുകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ള കേസ് വലിയ തിമിംഗലങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് നിർത്തിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ഇതിനൊരു പോസിറ്റീവ് അജണ്ടയായിട്ട് എടുത്ത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. cut the roots also. Cut the roots. Rather than going ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്ന സാധനമാണ്. അത് അത്രയും ഹാംഫുൾ അല്ല എന്ന് വെച്ചാൽ ഞാൻ പറയാൻ തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ ഇത് ചെയ്യുന്നത്. ഞാൻ കഞ്ചാവൊന്നും ഞാൻ വലിക്കത്തില്ല, എനിക്കത് അപ്പം എനിക്ക് സൂട്ടഡും അല്ല. സൂട്ടഡ് ആണെങ്കിൽ അത് ഇവിടെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോവാതെ സിന്തറ്റിക് ഡ്രഗ് എവിടെ നിന്ന് വരുന്നു അത് നിർത്തലാക്കുക, അതിനു വേണ്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. അല്ലാതെ അനാവശ്യമായ ഈ മീഡിയ സാധനം അറ്റൻഷൻ ഇതിലേക്ക് പോയി കുറച്ച് യങ്സ്റ്റേഴ്സിനെ ഡിപ്രഷനിലാക്കുക അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും. നമ്മൾ ലഹരി എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തും തെറ്റാണ്. നമ്മളൊരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോ അത് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു കടന്നുകയറ്റം കേരളത്തിൽ എന്നും ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമായിട്ട് ലിങ്ക്ഡാണ്. ഇവിടുത്തെ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ വേറൊരു എൻ്റർടൈൻമെൻറ്റ് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിക്കർ സ്കേസിറ്റിയാണ് അല്ലേ. സ്കേസിറ്റി ഓഫ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അഡൽട്ടായിട്ടുള്ള ഒരു 20-year-oldോ 21-year-oldനോടോ മദ്യപിക്കരുതെന്നോ പറയാനായിട്ടുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. കാരണം അത് ലീഗലി അലൗഡാണ്. പക്ഷെ അവർക്ക് പോയി ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ ഇവിടെ ഇല്ല. ഇവിടെ ഈവൻ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഇത്രയും കൂടുതലല്ലാത്തത് എന്താണ്? ഓപ്ഷൻസ്. ഇവിടെ വൈൻ ഷോപ്പുകൾ പ്ലെന്റിയാണ്. അവിടെ ഒന്നും വൈൻ ഷോപ്പിൽ ഇങ്ങനെ ക്യൂ ഇല്ലാത്ത എന്താ? മെഡിക്കൽ സ്റ്റോർ പോലെ കിടക്കുമല്ലേ അവിടെ ഒന്നും. ആളുകൾ പോയി ഇങ്ങനെ ഈ സൈറ്റ്, ഈ വൃത്തികെട്ട സൈറ്റ്, ഇങ്ങനെ ആളുകൾ കിലോമീറ്ററോളം ക്യൂ നിൽക്കുന്നത് ഫോറിനേഴ്സിന് പോലും ഒരു അതിശയമാണ് അല്ലേ. അവരൊക്കെ അതിന്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. വൈ ആർ ദി സ്റ്റാൻഡിങ് എന്നൊക്കെ എന്റെ ബിക്കോസ് ഇറ്റ്സ് എ ബിവറേജ്. അപ്പം നമ്മള് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും കുടിയന്മാരുണ്ടോ? പ്രോബ്ലം അതല്ല, ഇവിടെ അത്രയും ഔട്ട്ലെറ്റ്സേ ഉള്ളൂ, അതും ഗവൺമെന്റ് ഔട്ട്ലെറ്റ്സ് ആണ്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, ഇവിടുത്തെ പല ഗവൺമെന്റ് ഔട്ട്ലെറ്റ്സും മഹാവൃത്തികെട്ട ഔട്ട്ലെറ്റ്സ് ആണ്. ഒരുമാതിരി ജയിലിൽ കയറുന്ന പോലെ മറ്റേ കമ്പിയൊക്കെ ഇട്ടിട്ട് അതിലേക്കൂടെ, അതായത് അവിടെ പോയി നിൽക്കുന്ന കുറച്ചിലാണ് അല്ലേ. ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ലിക്കർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റോർസ് ഒക്കെ കാണാം. വൈൻ ഷോപ്സ് ആർ ബിഗ് സൂപ്പർ മാർക്കറ്റ് പോലെയാണ്.
അപ്പോൾ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ക്യൂവിൽ പോയി നിൽക്കുമ്പോൾ ബോധം വരുന്ന അവൻ്റെ ഏതെങ്കിലും റിലേറ്റീവോ ഫ്രണ്ട്സോ കണ്ടാൽ തന്നെ പ്രോബ്ലം. ഇങ്ങനെയൊക്കെ തലയെ തോർത്തിട്ടൊക്കെയാണ് പോകുന്നത് അല്ലേ? അപ്പൊ ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാതാവുന്നു. പ്ലസ് കോസ്റ്റ്. ഇപ്പം ഒരു യങ്സ്റ്റർ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു യങ്സ്റ്ററും കോസ്മോപോളിറ്റൻ സിറ്റിയിൽ ജോലി, അവിടെ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്ക് ഇവിടെ 30,000 രൂപ 40,000 രൂപ ഉള്ളൂ. പക്ഷേ അവന്റെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ പാർട്ടാണ് അവൻ ആഴ്ചയിൽ ഒരു കുപ്പി ലിക്കറോ അല്ലെങ്കിൽ ഒരു മാസം 2 ബോട്ടിലോ അങ്ങനെയൊക്കെ വരുമായിരിക്കാം. അതിന് ഇവിടെ കൊടുക്കേണ്ട കോസ്റ്റ് എത്രയാണ്? അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഡബിൾ. ഇവിടെ ടാക്സ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലിക്കറിന് ഏറ്റവും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കോസ്റ്റല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. അതിലും വളരെ കുറച്ചാണ് ഇവർ. അതിന്റെ കൂടെ ബാറിന്റെ മുമ്പിൽ തന്നെ പോലീസുകാർ നിൽക്കും അല്ലേ? സത്യം. അല്ല ശരി, ഡ്രങ്കൺ ഡ്രൈവിംഗ് ഇസ് ഡെഫിനറ്റ്ലി ബട്ട് ദ പ്രോബ്ലം ഇസ് സ്കെയർസിറ്റിയുടെ പ്രോബ്ലം വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾ പറയണം ലിക്കർ നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാക്കി. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഏതോ കാലത്ത് അങ്ങനെ ഒരു നിയമം വന്നെന്ന് വെച്ചു. മേ ബി ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എവിടെയാണ്? ഇപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ളതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ബെവറേജസ് കോർപ്പറേഷൻ ഇതിന് ഓരോ കുപ്പി പോകുന്നതിനും കണക്കുണ്ട്, ബാറിലും ഇതിലും. അതുകൊണ്ട് അതിന്റെ കറക്റ്റ് ഫിഗർ കിട്ടുന്നു. വേറൊരു മെട്രോയിലും അങ്ങനെ കറക്റ്റ് ഫിഗർ കിട്ടും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം ടു പ്രോസസ് അല്ലേ? ഓരോ വൈൻ ഷോപ്പിൽ എത്ര ബോട്ടിൽ പോയി, അത് പോയി, ഇത് പോയി. അപ്പം കേരളം അങ്ങനെ അപ്പം ഇവിടെ സ്കെയർസിറ്റി ഉണ്ട്, ഇവിടെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിന് 500 രൂപ 600 രൂപ കൊടുത്ത ഒരു പാക്കറ്റ് കിട്ടും അവർക്ക്. ക്യൂയിലും നിൽക്കണ്ട, ഇത്രയും പൈസയില്ല. ഇത് ശരിയാണെന്നല്ല ഞാൻ പറയണേ. ഇതുണ്ടാവാൻ സാഹചര്യം എന്താണെന്ന് ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ ഇതിലേക്ക് വരുന്നത് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗിൻ്റെ കേരളത്തിലേക്കുള്ള അത് എവിടെ നിന്നാണ്, അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കട്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് ഐ ഓൾസോ ഹാവ് എ സൺ, ബിക്കോസ് ഐ എം ഓൾസോ വറീഡ്. ഞാൻ അവനെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ്. അതിന് പകരം ഈ 1 ഗ്രാമോ 1 ഗ്രാം, എനിക്ക് അത്ര അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഇതുപോലും അറിയില്ല, എന്തോ ആ ഗ്രാം ഏതോ നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു. അതിനെ ആഘോഷിക്കുക, അതിനെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച് അതിനെ ഇത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഇതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിയാലിറ്റിയിൽ നിന്നും മാറി ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണ്, നമ്മുടെ ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആണ്. സോ അതിനുള്ള പക്ഷെ അതുകൊണ്ട് ഇതെന്തിനാണ് സിനിമാക്കാരുടെ വേറെ ആരും ഇതൊന്നും ചെയ്യുന്നില്ലേ?